വെൽക്കം ബാക്ക് സ്റ്റുഡിയോ വിശേഷങ്ങൾ. അപ്പം ഇന്ന് ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് 2 ദിവസത്തെ ഷെഡ്യൂളുണ്ട്, ഇന്നും നാളെയും. അപ്പം നമ്മുടെ റേഡിയോ നെല്ലിക്കയുടെ വണ്ടി, റോഡ് ഷോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തൻ തമ്പുരാൻ്റെ മണ്ണിലാണ്, തൃശ്ശൂരിലാണ്. ഇന്ന് തൃശ്ശൂരിൽ ഒരു പൂരം കൊടി ഇറങ്ങുന്ന വിശേഷം പറയാനായിട്ടാണ്. ഇന്ന് കലോത്സവത്തിൻ്റെ 5ാം ദിനമാണ്, ഫൈനൽ ഡേ ആണ്. അപ്പം ആ ഒരു കപ്പ് കൊണ്ടുപോകും. കണ്ണൂരാണ് പോയിന്റ് അടിസ്ഥാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കണ്ണൂർ തന്നെ കപ്പടിക്കാനാണ് സാധ്യത. അപ്പോൾ ആ വിശേഷങ്ങൾ റേഡിയോയിലൂടെ പങ്കുവെക്കാനും അവിടെ നിന്നുള്ള ലൈവ് അപ്ഡേഷൻസ് പറയാനൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ റേഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ നെല്ലിക്ക. ആദ്യം മധുരിക്കും പിന്നെയും മധുരിക്കും. കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. വെയിറ്റ്, ഈ വരി ഒന്ന് നമുക്ക് മാറ്റിപ്പാടിയാലോ? കാരണം എന്താണെന്നറിയോ? ഇന്ന് 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റേഡിയോ നെല്ലിക്ക വേണ്ടി എത്തി നിൽക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോ ആ വരി ഒന്ന് മാറ്റിപ്പാടിയാലോ? കലോത്സവം എനിക്കൊന്ന് കാണണം കാന്താ, കലോത്സവം എനിക്കൊന്ന് കേൾക്കണം കാന്താ. അതെ, അപ്പോൾ ഇന്നത്തെ റേഡിയോ ഷോയിലൂടെ നമ്മൾ കേട്ടറിയാൻ പോകുന്ന വിശേഷങ്ങൾ കലോത്സവ ദിനത്തിലെ അവസാന നിമിഷങ്ങളിലെ പോരാട്ട മത്സരങ്ങളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ കൂടുതൽ കുട്ടികളുടെ വിശേഷങ്ങളും അവരുടെ മത്സരത്തിന്റെ പ്രകടന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സനലും നമ്മുടെ RJ പ്രഭിത്തും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. റേഡിയോ നെല്ലിക്ക ആദ്യം മധുരിക്കും പിന്നെയും മധുരിക്കും. വളരെ സന്തോഷത്തോടെ ഈ വർഷത്തെ കലോത്സവത്തിന്റെ 64ാമത് കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് നേടിയിരിക്കുന്നത് കണ്ണൂരാണ്. ഞാൻ ആ വിശേഷം ഈ മൈക്കിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഹാൻഡ്സ് ഓഫ് ആൻഡ് സല്യൂട്ട്. കാരണം മടി പിടിച്ചിരിക്കുന്ന ഒരാൾക്കും ഉള്ളതല്ല ഒരു ആർട്ട് ഫോം പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അതിന് ഒരുപാട് ഡെഡിക്കേഷനും ടൈമും നമ്മുടെ ആരോഗ്യം എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഒരു കല നമുക്ക് സ്റ്റേജിൽ കയറിയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാൻഡ്സ് ഓഫ്. തോൽവി വിജയത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണ്. അപ്പോൾ തോറ്റ് പോയി എന്നുള്ള സങ്കടം ആർക്കും വേണ്ട. വിജയികളായവർക്ക് ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഈ പ്രാവശ്യത്തെ കലോത്സവം നമ്മുടെ സ്വന്തം സാംസ്കാരിക തലസ്ഥാനത്തായിരുന്നെങ്കിൽ അടുത്ത വർഷത്തെ കലോത്സവം പോകാൻ പോകുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും തെയ്യത്തിന്റെ മണ്ണിലേക്കാണ്. അപ്പോൾ ഇതിലും ഗംഭീരമായിരിക്കും അടുത്ത വർഷത്തെ കലോത്സവം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലേ? അപ്പൊ 3ാമത്തെ തവണയാണ്, 4ാമത്തെ തവണയാണ്. ഇപ്പൊ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് ഒക്കെ കിട്ടി. സോങ് പോകുന്ന സമയത്തൊക്കെ ബ്രേക്ക് കിട്ടാറുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇന്നത്തത് കൊണ്ടിട്ട് എന്റെ ഷോ തീർന്നില്ല. നാളെയും കൂടി ഞാൻ തന്നെയാണ് 2 ദിവസമാണ് എനിക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നാളെ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നാളത്തെ വിശേഷം നാളെ കേൾക്കാം, നാളെ കാണാം. ബൈ.